അപ്പോൾ നമുക്കിനി ITR 4 വരാം. എന്താണ് ITR 4 ഫോം, ആരൊക്കെയാണ് അത് ചൂസ് ചെയ്യേണ്ടത്? ITR 4 ചൂസ് ചെയ്യേണ്ടത് അതിനെ ഒരു പേരിൽ കൂടെ നമ്മൾ ഇൻകം ടാക്സിൽ പറയുന്നുണ്ട്, ITR സുഖം എന്ന രീതിയിൽ സംസാരിക്കുന്നത്. ITR 4 എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലോ HUFO അല്ലെങ്കിൽ ഫേംസ് ആണ്. ഫേംസ് പക്ഷേ അതർ ദാൻ LLPs, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഫേംസ്, ഈ പറയുന്ന അസസീസ്, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ആ പറയുന്ന അസസീസാണ് ചൂസ് ചെയ്യുന്നത്. എപ്പോഴും ഈ പറയുന്ന ITR ചൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻകം 50 lakhs താഴെ ആയിരിക്കണം. പിന്നെ വരുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സുള്ള വ്യക്തികൾ, പിന്നെ പ്രിസംറ്റീവ് ഇൻകം ഉള്ള വ്യക്തികളാണ് ITR 4 ഇച്ചിരൂടെ ചൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി പിന്നെ അവർക്ക് കുറച്ചുകൂടി ഈസിയാണ് ഇൻകം ഡിക്ലെയർ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ ഈ ITR 4 ചൂസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും അതാണ് ITR 4 ചൂസ് ചെയ്യാൻ സാധിക്കും. ഒരു സാലറീഡ് ഇൻകം ആയിട്ടുള്ള വ്യക്തി, ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉള്ള വ്യക്തി, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹൗസ് പ്രോപ്പർട്ടി ഉള്ള വ്യക്തി, പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സും പ്രിസംറ്റീവ് ഇൻകം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിസംറ്റീവ് ഇൻകം ഉള്ള വ്യക്തികൾക്ക് ഈ പറയുന്ന ITR 4 ചൂസ് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് ക്രൈറ്റീരിയ 50 lakhs വരെ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ 50 lakhs മുകളിലോട്ട് വരുന്ന വ്യക്തികൾക്ക് അത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല.